ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഡേറ്റ് ഫെബ്രുവരി 27 ആണ്. മാർച്ച് 3 നിങ്ങളുടെ SSLC എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി വെറും 3 ദിവസം മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാം പഠിച്ചതാണ്. നമ്മൾ ഓണം എക്സാം ഉണ്ടായിരുന്നു, ഓണം എക്സാമിന് പഠിച്ചു, ക്രിസ്മസ് എക്സാമിന് പഠിച്ചു, മോഡലിന് പഠിച്ചു. അപ്പം ഈ ഉള്ള എക്സാംസിനൊക്കെ പഠിച്ചതൊക്കെ നമുക്ക് നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ളൊരു ടൈം നിങ്ങൾ റിവൈസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അല്ലാതെ അയ്യോ ഇനിയും എക്സാം ടൈമിൽ എല്ലാം മറന്നു പോവുമോ അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. മറക്കില്ല, എല്ലാം ഓർമ്മ ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് പറയാം. ആരും ഒരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല. SSLC ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇതിലും പറയാം, SSLC എന്നുള്ളത് ഈസിയാണ്. ആൻഡ് ഈ എക്സാമിനെ പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഈ ഒരു എക്സാം എന്ന് പറയുമ്പം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര വലിയൊരു ഇതാണെന്ന് പറയും. വലിയൊരിതാണ്. ആ ഒരു വലിയൊരു സ്ഥാനം തന്നെ ഉണ്ട് SSLCക്ക്. ആൻഡ് ഈ SSLCയുടെ മാർക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നമുക്ക് +1 അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് SSLC. അപ്പോൾ SSLCയിൽ ഫുൾ A+ ഉണ്ടെങ്കിൽ അത്രയും മികച്ച നല്ലൊരു സ്കൂളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. ആൻഡ് അത്രയും പെട്ടെന്ന് അഡ്മിഷൻ കിട്ടും. അപ്പോൾ SSLCയിൽ നല്ല മാർക്കൊക്കെ കുറവാണ്, ഒരു A+ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ താമസിക്കും. അപ്പോൾ അതിനാണ് എല്ലാവരും പറയുന്നത് SSLC പഠിക്കണം, ഫുൾ A+ വാങ്ങിക്കണം എന്ന് എല്ലാവരും അങ്ങനെ പറയുന്നത് അതിനാണ്. നമ്മൾ അഡ്മിഷൻ പ്രോസസ്സൊക്കെ പെട്ടെന്ന് നടക്കും ഫുൾ A+ ഉണ്ടെങ്കിൽ. ആൻഡ് ഈ ഒരു ഇനിയുള്ള എക്സാം ഒരു 3 ഡേയ്സിലാണ്. അപ്പം ഇപ്പം നിങ്ങൾ ഒരുപാട് ടെൻഷൻ കിടന്നടിച്ചാൽ നിങ്ങൾ പഠിച്ചതും കൂടെ മറന്നു പോകും. അപ്പം ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ എക്സാം എഴുതാൻ പറ്റും. ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ അധികം ഒന്നും ടഫൊന്നും ആയിരിക്കില്ല. നമ്മൾ ഈ ക്രിസ്മസ് എക്സാമിനൊക്കെ ടഫ് ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ മെൻ്റലി പ്രിപ്പയർഡായി. ആൻഡ് ആ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്യാൻ പഠിച്ചല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലെവലിൽ, ആ ക്വസ്റ്റ്യൻ ലെവലിൽ നമ്മളെത്തി. ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 2018 ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. ആ ക്വസ്റ്റ്യനാണ് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ, കോവിഡിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം കുറച്ച് ടഫാണെങ്കിലും ആ ഒരു 2018 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അത്രയും സ്റ്റാൻഡേർഡ് ഇതിൽ വരുള്ളൂ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക. പേടിക്കൊന്നും വേണ്ട, ഫുൾ A+ തന്നെ എല്ലാവർക്കും കിട്ടും. എല്ലാവർക്കും കിട്ടട്ടെ. ആൻഡ് ഞാൻ എൻ്റെ ഒരു പ്രാർത്ഥനയും എൻ്റെ ഒരു വിഷിങ്ങും എല്ലാം നിങ്ങളോട് എപ്പോഴും കാണും. അപ്പോൾ കുറേ പേരൊക്കെ എനിക്ക് കമൻ്റ് ഇട്ടിരുന്നു, ഇനിയുള്ള ദിവസം പഠിച്ചാലും ഫുൾ A+ കിട്ടുമോ? ഇതുവരെ ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും ഇതുവരെ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഫിസിക്സിലും കെമിസ്ട്രിക്കും എല്ലാം മോഡൽ എക്സാമിന് തോറ്റു, അതുകൊണ്ട് ഇനിയും പഠിച്ചാലും ഫുൾ A+ കിട്ടുമോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ വെയിറ്റേജ് കൂടിയിട്ടുള്ള, അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നമ്മൾ മലയാളം പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പഠിച്ച് തീർന്നില്ല എങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. എക്സാം എഴുതാൻ പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും. ഒരു ചാപ്റ്ററെങ്കിലും നമ്മൾ വിട്ടുപോയാൽ നമുക്ക് എക്സാം എഴുതാൻ പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും. അങ്ങനെ പഠിച്ചതും കൂടെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാർച്ച് 1, 2 നമ്മൾ മലയാളം പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. ആൻഡ് അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങൾക്ക് ഇതുവരെ പഠിക്കാത്ത വെയിറ്റേജ് കൂടിയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇന്നും നാളെയായിട്ട് പഠിച്ച് തീർക്കുക. ആൻഡ് ഇതുവരെ ഒന്നും പഠിക്കാത്ത ആളാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്റേഴ്സ് ഏതെന്ന് നമ്മൾ യൂട്യൂബിലൊക്കെ ഉണ്ടായിരിക്കും. ആൻഡ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്റേഴ്സ് നോക്കി അത് നല്ലപോലെ തറവായിട്ട് പഠിച്ചു പോവുക. ആൻഡ് എല്ലാ ചാപ്റ്ററും തലേദിവസം തന്നെ ഇരുന്ന് ഉറങ്ങാതെയൊക്കെ തീർക്കാം എന്നൊന്നും വിചാരിക്കരുത്. പരീക്ഷയുടെ തലേദിവസം നല്ലപോലെ ഉറങ്ങണം. ഉറങ്ങിയില്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകും. എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ നമുക്ക് അറിയാം, പക്ഷെ ഓർത്തെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അപ്പോൾ അതിന് നമ്മൾ നല്ലപോലെ ഉറങ്ങണം. അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഭയങ്കര ടയേർഡായിപ്പോവും, പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നു പോവും. അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടാവാതിരിക്കാനാണ് എല്ലാവരും പറയുന്നത് പരീക്ഷയുടെ തലേദിവസം നല്ലപോലെ ഉറങ്ങണം. ആൻഡ് ഇനിയുള്ള ഒന്നും പഠിക്കാത്ത ആളാണെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ടൈംസ് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലപോലെ വർക്കൗട്ട് ചെയ്യുക. ആൻഡ് ബയോളജിയൊക്കെ
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസേഴ്സ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്തെടുക്കുക. ആൻഡ് ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ എഴുതി പഠിക്കാനൊന്നും സമയം ഇല്ല. സോ ഇംഗ്ലീഷും മലയാളവും ഒക്കെ ടെക്സ്റ്റ് ആൻഡ് നോട്ട്സ് നല്ലപോലെ റെഫർ ചെയ്ത് നല്ലപോലെ വായിക്കുക. അപ്പോൾ അത്രയൊക്കെയാണ്. ആൻഡ് മാത്സ് നമുക്കിനി കുറച്ചൊക്കെ ചെയ്ത് പഠിക്കുക. നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, വൺ ഡേ ഗ്യാപ്പാണ് നിങ്ങളുടെ മിക്ക എക്സാമിനും ഉള്ളത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മാക്സിമം എന്ന് വെച്ചാൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ ആ ഒരു ടൈമിലും ഉറങ്ങണം, കുറച്ചൊക്കെ നമ്മൾ ഉറങ്ങണം. ഉറക്കമൊന്നുമില്ലാതെ ഒരു 1-2 മണിക്കൂർ മാത്രം ഉറങ്ങിക്കൊണ്ടൊന്നും പഠിക്കരുത്. മാക്സിമം പോയാൽ ഒരു 4 മണിക്കൂറെങ്കിലും, മിനിമം പോയാൽ ഒരു 4 മണിക്കൂറെങ്കിലും ഉറങ്ങുക. ആൻഡ് നല്ല ഉറക്കം, നമ്മുടെ ഹെൽത്തും കൂടെ നമ്മൾ നോക്കണം. അല്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ പഠിച്ചു എന്ന് വെച്ചാലും ഈ എക്സാം ടൈമിൽ ഒന്ന് തലകറങ്ങി വീണാൽ തീരും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഹെൽത്തും കൂടെ നോക്കുക. ആൻഡ് ഭക്ഷണം നല്ലപോലെ കഴിക്കുക. ആൻഡ് ഇപ്പോൾ നല്ല ചൂട് കാലമാണ്, അതുകൊണ്ട് തന്നെ വെള്ളം നല്ലപോലെ കുടിക്കുക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും നിങ്ങൾ ടെൻഷൻ അധികം അടിക്കണ്ട. നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്കിലും നല്ലപോലെ നോക്കി വെക്കുക. ആൻഡ് ലാംഗ്വേജസ് ഒക്കെ വായിക്കുക. പിന്നെ എന്നോട് ഒരാൾ ചോദിച്ചിരുന്നു, എന്താണ് മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പബ്ലിക് എക്സാമിന് വരില്ലല്ലോ എന്ന്. അങ്ങനെയല്ല, മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് പബ്ലിക് എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നത് 4 പേരാണ്. 4 ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യും. ആൻഡ് ഈ 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇതിട്ടിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും, അതാണ് മോഡലിന് തരിക. ആൻഡ് അതിൽ നിന്ന് ബാക്കിയുള്ള 3 ക്വസ്റ്റ്യനിലൊന്നാണ് പബ്ലിക്കിന് എടുക്കുക. ആൻഡ് ഒരു ക്വസ്റ്റ്യനാണ് സേ എക്സാമിന് എടുക്കുക. അങ്ങനെ ഒരു 4 കെട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കും. ആൻഡ് അതിലേതെങ്കിലും ഒന്നാണ് നിങ്ങൾക്ക് ഈ ഉള്ള പബ്ലിക് എക്സാമിന് വരാൻ സാധ്യത. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻ പേപ്പറും 4 ഡിഫറെൻറ്റ് പേഴ്സൺസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അവർക്ക് 4 പേർക്കും ചിലപ്പം 2 പേർക്ക് ഇപ്പോൾ സെയിം ക്വസ്റ്റ്യൻസ് ആണ് അവർക്ക് ഇടാൻ തോന്നിയത് എങ്കിൽ അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ മോഡൽ എക്സാമിനുള്ള ക്വസ്റ്റ്യൻസും പബ്ലിക് എക്സാമിന് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 50% ചാൻസ് അതിനുണ്ട്. അപ്പോൾ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നല്ലപോലെ റെഫർ ചെയ്യുക. ആൻഡ് 2018 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആൻഡ് ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യുമ്പോൾ പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല, മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ചെയ്യുക. മോഡൽ എക്സാം പറ്റുമെങ്കിൽ സേയും കൂടെ ചെയ്യുക. മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും പബ്ലിക് എക്സാമിൻ്റെയും സേ എക്സാമിൻ്റെയും എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക. ആൻഡ് അപ്പോൾ ഇനിയുള്ള 3 ദിവസമാണ്. 3 ദിവസം മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. ആൻഡ് എക്സാമിൻ്റെ തലേദിവസം ഉറങ്ങാൻ മറക്കരുത്. ഉറങ്ങണം. ഒരുപാട് 8 മണിക്കൂറൊന്നും ഉറങ്ങാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 5 or 4 hours എങ്കിലും മാക്സിമം ഉറങ്ങണം. ആൻഡ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സ്, ഇതുവരെ വെയിറ്റേജ് കൂടിയിട്ടുള്ള ഏതെങ്കിലും ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഇന്നും നാളെയായിട്ട് പഠിച്ച് തീർക്കുക. ആൻഡ് റിവൈസ് ചെയ്യാനുള്ളത് നിങ്ങൾ പേടിക്കണം, നിങ്ങൾക്ക് 1 day ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ആ ഒരു ഗ്യാപ്പിൽ നല്ലപോലെ റിവൈസ് ചെയ്യാം. അപ്പോൾ ഇനിയുള്ള ദിവസം ഫുൾ A+ കിട്ടുമോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ എത്രമാത്രം ഹാർഡ് വർക്ക് കൊടുക്കുന്നോ അതിൻ്റെ റിസൾട്ട് കിട്ടും. നമ്മൾ ഒരുപാട് ഇങ്ങനെ പഠിച്ചു, ഒരുപാട് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തു, എന്നിട്ടൊന്നും റിസൾട്ട് കിട്ടുമോ എന്നുള്ള സംശയത്തിൻ്റെ ആവശ്യമില്ല, കിട്ടും. ആൻഡ് യു ക്യാൻ ഡു ഇറ്റ്. ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഈസി ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം നല്ലപോലെ എഴുതാൻ സാധിക്കട്ടെ. ഫുൾ A+ എല്ലാവർക്കും കിട്ടട്ടെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് SSLCയെക്കുറിച്ചോ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പോൾ നോട്ട്സൊക്കെ അപ്ലോഡ് ചെയ്യാൻ കുറേ പേര് കമൻറ്റ് ഇട്ടിരുന്നു. എനിക്കാണെങ്കിൽ ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. +1 എക്സാം March 6th അപ്പം ആ ഒരു ഇതിലും എല്ലാം കൂടെ ആയിട്ട് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഡെയിലി വീഡിയോ ഇടാത്തതും നോട്ട്സൊക്കെ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് താമസിക്കുന്നതും. എന്നെക്കൊണ്ട് ടൈം കിട്ടുന്ന ഒരു സമയത്ത് ഞാൻ ഉറപ്പായിട്ടും നോട്ട് ഇടുന്നതായിരിക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാം ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.